ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ കോഴിപ്പാറയിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റെ മരണത്തിൽ സംശയമുന്നയിച്ച് കുടുംബം പോലീസിനെ സമീപിച്ചു. വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലാണ് പരുത്തിപ്ര വെളുത്താൻമാരിൽ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുട്ടോളം മാത്രം വെള്ളമുള്ള കുളത്തിൽ മുങ്ങി മരിച്ചത് എങ്ങനെയെന്നുള്ള സംശയം ഉൾപ്പെടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. മീൻ പിടിക്കാൻ പോയതായിരുന്നുവെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. മൃതദേഹം കണ്ടെത്തിയ കുളത്തിന് സമീപം വലയും കണ്ടെത്തിയിരുന്നു. കുളത്തിൽ സ്വകാര്യ വ്യക്തി മീൻ വളർത്തുന്നുണ്ടെന്നും ഇവയെ സംരക്ഷിക്കാനായി വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നതായും ഇതിൽ നിന്നും ഷോക്കേറ്റാണ് മരണം സംഭവിച്ചതെന്നുമുള്ള സംശയങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പാടത്തിന്റെ അരുത്തൊരു കുഴി കുഴിച്ചിരിക്കുകയാണ് അവര്. ആ കുഴി കുഴിച്ച സ്ഥലത്ത് കൊള്ളാണെന്നുള്ള അവർ മീൻ വളർത്തുന്നെന്ന് പറഞ്ഞിട്ട് ഇവര് അവിടെ എർത്തിട്ടിരിക്കുകയാണ്. ഒരാൾക്കും മാത്രമല്ല, പല ആൾക്കാർക്കും അവരുടെ അവിടെ നിന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതാ പറയണത്. ഒരാൾക്ക് മാത്രമല്ല സാർ, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. 1-2 ആൾക്ക് അത് സംശയമായിരിക്കും നല്ലോണ്ട്. അവരതിനെ പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ പന്നി പെട്ടിട്ടുണ്ട്. അവരിന് ഇപ്പൊ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇയാളിനെ രാത്രി ഇവിടുന്ന് പുലർച്ചെ 5 മണിക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇവർ ഇതുവരെ പൂത്തി വെച്ച് ഇപ്പൊ ഇയാൾക്ക് സംഭവിച്ചപ്പോഴാണ് ഇവളത് തുറന്ന് പറയണത്. എന്റെ ഭർത്താവിനെ അങ്ങനെ കൊണ്ടുപോയി ചതിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിരിക്കണത്. അച്ഛൻ മരിച്ചതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ചെറുപ്പം തൊട്ടിട്ടേ മീനെ പിടിക്കാൻ പോകുന്ന ഒരാളാണ്. നല്ല ഒഴുക്കുള്ള വെള്ളത്തിലാണെങ്കിലും അങ്ങനെ. പിന്നെ ഈ മുട്ടിന്റെ താഴെയുള്ള വെള്ളത്തിൽ മരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങള് രാവിലെ അറിഞ്ഞത് പുലർച്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ വല്യമ്മ വന്നിട്ട് അച്ഛന് വയ്യാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്കായപ്പോ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിണ്ടായിരുന്നു. അന്ന് തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്ന പോലീസ് സമീപവാസികളുടെ ഈ സംശയങ്ങളും മുഖവിലക്കെടുത്തിരുന്നു. കഴിഞ്ഞ 28-നാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നു മുതൽ തന്നെ ഷോക്കേറ്റാണ് മരിച്ചതെന്നുള്ള സംശയങ്ങളും നാട്ടുകാരുന്നയിച്ചിരുന്നു. ൊപ്പം വെള്ളത്തിലാണ് മൂപ്പര് കിടക്കുന്നത്. കാരണം അത് എടുക്കാൻ ഇറങ്ങിയത് നമ്മുടെ ഏട്ടന്മാര് അനിയന്മാരൊക്കെയാണ് ഇറങ്ങിയത് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവരിറങ്ങിയപ്പോ ആ വെള്ളത്തിലാകെ ഉള്ള താഴ്ച മുട്ടിന് താഴെയാണ്. ആ മുട്ടിന് താഴെ അതും കരയോട് ചേർന്ന് കറക്റ്റായിട്ട് കിടക്കണം. അതിപ്പോ ഒരു കൊടുന്നിട്ട മോഡലിലുള്ള കടത്താണ്. അല്ലാണ്ട് ഒരു വെള്ളത്തിൽ കടന്ന് മരിച്ച ഒരാളാണ് പറഞ്ഞത്. എങ്ങനെ പോലും ഒന്ന് മരണസഞ്ചാരത്തിൽ കയ്യും കാലിട്ട് അടിക്കുക, ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി നോക്കും. ഇതങ്ങനെ ഒരു ഇതും ഇല്ല. കറക്റ്റായിട്ടൊരു ആള് ചുരുണ്ട് കിടക്കണ ഒരു പൊസിഷനിൽ കിടക്കണ കടത്താവുള്ളൂ. അത് മാത്രമല്ല, ആളുടെ ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ട് ഇല്ലെങ്കിൽ മടക്കുത്ത് കുത്തിയാൽ മടക്കുത്ത് പോലും അഴിഞ്ഞിട്ടില്ല. കറക്റ്റ് ആ പൊസിഷനിൽ അങ്ങനെ കിടക്കണ ഒരു കടത്താണ്. ആ കാലിന്റെ പുറടിയിൽ മുറി കറക്റ്റായിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് പഴയ മുറിയാണെന്നാ പറഞ്ഞത്. പക്ഷെ പഴയ മുറിയാണെങ്കിൽ നമ്മൾ ഇന്നേരെ കാണാത്തൊരു പഴയ മുറി ഏതാന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കേസ് തന്നെയാണ്. ഷോക്കടിച്ച് വീണത് തന്നെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഏതൊരു വ്യക്തിക്ക് അറിയാം. കാരണം ഒരു ഷോക്കടിച്ച് കൈ പിടിച്ചേക്കണത്. പിന്നെ അത് മാത്രമല്ല, വെള്ളത്തിൽ വീണ് ഒരാൾ കിടക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ആൾ കിടന്നോടത്തുനിന്ന് ഒരു 1.25 മീറ്റർ നീണ്ടിട്ട് 1 മീറ്ററെങ്കിലും മിനിമം മാറിയിട്ടാണ് കുഴിയുടെ ആഴം കിടക്കുന്നത്. അതിപ്പോ എപ്പോ പോയി നോക്കിയാലും അത് അറിയാൻ പറ്റും. അങ്ങനെ നമുക്കറിയണ കുളമാണ്. 1.25 മീറ്റർ മാറിയിട്ടാണ് ഒരു 20 അടിയോളം താഴ്ച മാക്സിമം വരുന്ന ഒരു കുഴി വരുന്നത്. അപ്പൊ അവിടെ ഒന്നല്ല കിടക്കുന്നത്, നേരെ ഇവിടെയാണ്. പിന്നെ അത് മാത്രമല്ല, തലേ ദിവസം രാത്രി പുലർച്ചയ്ക്കാണ് മൂപ്പര് പോകുന്നത്. ഞാൻ പുലർച്ചയ്ക്ക് മൂപ്പരെ കണ്ടതാണ്. പുലർച്ചെ നേരത്തെ മൂപ്പര് പോകുമ്പോൾ ഇവിടെ നായ്ക്കുട്ടിയോടൊക്കെ വർത്തമാനം പറയണതാണ്. അങ്ങനെ വർത്തമാനം പറഞ്ഞ് പോണ ആളെ കണ്ടിട്ട് ആളപ്പം അവിടെ മുങ്ങി മരിച്ചാണെങ്കിൽ പിന്നെ എങ്ങനെ ഒരു നേരം വെളുക്കണതിന് പിന്നെ ആളുടെ ബോഡി പൊങ്ങണ്? അത് നമ്മൾ സ്റ്റേഷനിൽ ചോദിക്കുകയും ചെയ്താണ് എങ്ങനെയാണ് ബോഡി പൊങ്ങണത്. അപ്പൊ അവരത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ഇപ്പൊ ശാസ്ത്രത്തിന്റെ ഇത് പഠിക്കാത്ത കാരണം കൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് ഇന്നെ ബോഡികൾ പൊങ്ങും, ഇന്നെ ബോഡികൾ പൊങ്ങില്ല. നമ്മൾ പഠിച്ചറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പോയി മരിച്ച ഒരു മനുഷ്യന്റെ ബോഡി പൊങ്ങാൻ മിനിമം 24 മണിക്കൂർ, പോട്ടെ 12 മണിക്കൂർ കണക്കൂട്ട്. 12 മണിക്കൂർ ആവണതിന്റെ മുന്നേ എങ്ങനെ മുകളിൽ ഈ മുട്ടിനൊപ്പം വെള്ളത്തിൽ കിടക്കണത്? അത് വേറെ ഒന്നല്ലേ, തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ഷോക്ക് അടിച്ചതിന് ശേഷം ആളുടെ ബോഡി കൊടുന്നിട്ട പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അതിന്റെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവരന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അതിന്റെ ഫുള്ളായിട്ട് അതിന്റെ കൂടെ നടക്കാൻ പറ്റാത്ത, കഴുത്തിൽ മുദ്ര ഉള്ളതുകൊണ്ട് ഇത് ടച്ചിങ്ങും കാര്യങ്ങളും പറ്റാത്തൊരവസ്ഥ കാരണം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നടക്കേണ്ട ഒരു ഗതികൾ വന്നു എന്ന് മാത്രം. എന്തായാലും കണ്ടുപിടിക്കണം, അറിയാണ്ട് പോയിട്ട് കാര്യമില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്ന പോലീസിനോട് ബന്ധുക്കൾ മൊഴിയും നൽകിയിട്ടുണ്ട്. എപ്പോഴും മീൻ പിടിക്കാൻ പോകുന്ന ആൾ തന്നെയാണ്. കൂലിപ്പണിക്ക് പോയാലും മീൻ പിടിച്ചിട്ടേ പിന്നെ വീട്ടിലേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ ആളിപ്പോ ഇത്രയും ചെറിയൊരു കുളത്തിൽ മുങ്ങി മരിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്കത് സംശയമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ പാവങ്ങളാ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടാതിരിക്കരുത്. ഇതെല്ലാം പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് SI M മഹേഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടേത് ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു.
.view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.